ഹലോ നമസ്കാരം. അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം എല്ലാവരും സുഖമായിട്ടല്ലേ ഇരിക്കുന്നത്? നമ്മളും അതേട്ടാ, വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോണു. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളതും നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും ഉച്ചയൂണും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇതേ പതിവ് പോലെ തന്നെ നമ്മളിത് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പം ആർക്കും ക്ലാസ് ഒന്നുമില്ലാത്ത ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഒക്കെ ഒട്ടും വയ്യാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു തട്ടിക്കൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അങ്ങനെ പോണത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളിത് കുറച്ച് പച്ചരി ഇന്നലെ വൈകിട്ട് കുതിർക്കാനായിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിന്ന് നീർദോശ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചുള്ളത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ കഴുകിയെടുത്ത പച്ചരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ച് അതൊന്ന് അടിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഇച്ചിരി കട്ടിയുണ്ട്. അപ്പോൾ നമ്മൾ ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് ചുറ്റിച്ച് അതും കൂടി ഒഴിച്ച് കൊടുത്തു കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് നോക്കി കട്ടി കൂടുതലുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് കട്ടിയുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് തന്നെ നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്നും കൂടി ചുറ്റിച്ച് അതിലേക്ക് ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഇനി ഒഴിക്കുന്ന സമയത്ത് നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇച്ചിരി കട്ടിയാണെങ്കിൽ വീണ്ടും കുറച്ച് വെള്ളം കൂടിയൊക്കെ ഒന്ന് ചേർക്കാം കേട്ടോ. അപ്പോൾ പാൻ വെച്ചു ചൂടായപ്പോൾ നമ്മൾ നീർദോശയുടെ മാവ് അതിലേക്ക് ഒഴിച്ചു. ഇനി ഒന്ന് തീ കൂട്ടി വെച്ചിട്ട് മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇനി തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ ഇവിടെ കറിയൊന്നും വേണ്ട കേട്ടോ. ഇവിടെ നാളികേരപ്പാലാണ് കൂടുതൽ ഇഷ്ടം ഇവിടെ എല്ലാവർക്കും. അപ്പോൾ നാളികേരപ്പാൽ ഇപ്പോൾ അങ്ങനെ നല്ലതൊന്നല്ല മധുരമൊക്കെ, പക്ഷെ എന്നാലും ഇങ്ങനത്തെ ഇങ്ങനത്തെ പലഹാരങ്ങൾക്കൊക്കെ നാളികേരപ്പാലാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചു. അത് നന്നായിട്ട് ആയി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളത് എടുത്ത് ഒന്ന് മാറ്റി പിന്നെ അടുത്തതും ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ മാവ് ഇച്ചിരി കട്ടി കൂടണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് അഴിച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഒഴിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് തീ കൂട്ടി വെച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് തീ കുറച്ച് വെച്ച് മൂടി വെച്ച് അങ്ങോട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നീർദോശയും നാളികേരപ്പാലും ഒരു കട്ടൻ ചായയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വേഗത്തിൽ തീരുന്ന പണികളല്ലേ ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെ ഉള്ള വയ്യാത്ത ദിവസങ്ങളിലൊക്കെ ചെയ്യാവുന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഇത്. പിന്നെ ഉച്ചക്കലത്തേക്കായിട്ട് ഇന്നിപ്പോൾ മീനൊന്നുമില്ല കേട്ടോ, പച്ചക്കറി തന്നെയാണ്. അപ്പോൾ നേന്ത്രക്കായ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊന്ന് കട്ട് ചെയ്ത് കുറച്ച് ഉപ്പിട്ടൊന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ, അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചോറിന്ന് കുക്കറിലാണ് വെക്കണത്. അപ്പോൾ അരിയൊക്കെ എടുത്തു നന്നായി കഴുകി കുറച്ച് നേരം കുറച്ച് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് വെക്കൂട്ടോ അരി, എന്നിട്ടാണ് പിന്നെ നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ കുക്കറിലേക്ക് അരിയൊക്കെ ഇട്ട് അതൊന്ന് നമുക്ക് അപ്പുറത്തോട്ട് വെക്കാം കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് ആക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഒഴിച്ചുകറിക്കായിട്ട് മുരിങ്ങയില ഇരിപ്പുണ്ട്. അപ്പോൾ മുരിങ്ങയിലും പരിപ്പും കൂടിയുള്ള ഒഴിച്ചുകറിയാണ് കേട്ടോ ഇന്ന്. അപ്പോൾ കറികൾക്കുള്ളതൊക്കെ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് ഒക്കെ വയ്ക്കും, നാളികേരമൊക്കെ ഒന്ന് ചെറിയ വയ്ക്കും കേട്ടോ. അപ്പോൾ നമുക്കത് പെട്ടെന്ന് പണികൾ തീർക്കാമല്ലോ. അപ്പോൾ അരി ഇട്ടു കുക്കറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കായ അരിഞ്ഞെടുത്തുള്ളത് നമ്മൾ അതും നന്നായി കഴുകി വെള്ളമൊഴിച്ച് അത് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പരിപ്പും മുരിങ്ങയിലൊക്കെ ഞാൻ നുള്ളി അത് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പരിപ്പൊന്ന് വേവിക്കാനായിട്ട് കുക്കറിൽ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ മറ്റേ കുക്കറിൽ കുറച്ച് പരിപ്പൊന്ന് വേവിക്കാനായിട്ട് ഇടുന്നുണ്ട് കേട്ടോ.
അപ്പോൾ കുക്കിംഗ് തുടങ്ങുന്നതിന് മുമ്പ് മീൻ നന്നാക്കാനുണ്ടെങ്കിൽ അത് നന്നാക്കി അങ്ങോട്ട് വെക്കുക, ക്ലീനാക്കി വെക്കുക. അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് എല്ലാം അരിഞ്ഞ് പെറുക്കി, അതുപോലെ തന്നെ ചെറിയുള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നാക്കി വെച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് കുക്കിംഗ് അങ്ങോട്ട് കഴിക്കാട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് ഓരോന്ന് അങ്ങോട്ട് ചെയ്യുമ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് വൈകും. അപ്പോൾ അതേ പരിപ്പ് വെന്ത് വന്നപ്പോൾ നമ്മൾ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീണ്ടും തുറന്ന് നമ്മളിതേ ഫ്ലെയിം ഓണാക്കിയിട്ട് അതിലേക്ക് കഴുകിയെടുത്ത മുരിങ്ങയില. അപ്പോൾ കുറച്ച് നേരം ഞാൻ ഇവിടെ നമ്മുടെ പറമ്പിൽ നിന്ന് പൊട്ടിക്കണതൊന്നല്ലല്ലോ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണമെന്നാണ്. അപ്പോൾ കുറച്ച് നേരം ഞാൻ വെള്ളത്തിൽ ഒരു ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് വെക്കൂട്ടാ മുരിങ്ങയില. എന്നിട്ടാണ് നന്നായിട്ട് കഴുകിയെടുക്കുക കേട്ടോ. അപ്പോൾ മുരിങ്ങയില ദേ നന്നായി കഴുകി അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതിലേക്ക് നാളികേരം അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കായൊക്കെ ഒരുവിധം വെന്ത് വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു ഉപ്പൊക്കെ ഒന്ന് പിടിക്കണം നേരം ഒന്നും കൂടി ഒന്ന് വെന്ത് വന്നാൽ നമുക്ക് കാച്ചിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ മുരിങ്ങയുടെ ഇലയൊക്കെ ഇട്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ നാളികേരം അരച്ചത് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നാളികേരത്തിൽ കൂടെ അപ്പോൾ നമ്മൾ പരിപ്പ് മുരിങ്ങയുടെ ഇലയും കൂടി ഇട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുക്കുമ്പോൾ മുളക് പൊടി ചിലപ്പോൾ ഇച്ചിരി എരിവ് കുറവുണ്ടെങ്കിൽ നമുക്ക് ആ നാളികേരം അരയ്ക്കുമ്പോൾ ഒരു പച്ചമുളക്, 2 പച്ചമുളക് കൂട്ടി അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുക. മുളക് പൊടി കുറച്ച് കുറവിടും, എന്നിട്ട് പച്ചമുളക് നാളികേരത്തിൽ കൂടെ അരച്ചെടുക്കണ ചെയ്യാം കേട്ടോ. അപ്പോൾ കളറും കിട്ടും, അപ്പം നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ അത്. അപ്പോൾ അത് നാളികേരമൊക്കെ അരച്ച് കൂട്ടി നമ്മളൊന്നും കൂടി തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഉപ്പേരി കാച്ചിയെടുക്കാം കേട്ടോ. അപ്പോൾ പാത്രത്തിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയുള്ളിയും കറിവേപ്പിലയും മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ചതച്ച മുളകുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചതച്ച മുളകില്ല, അപ്പോൾ മുളക് പൊടി തന്നെയാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടു, അതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ കായ വേവിച്ചത് ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കായ ഇച്ചിരി നന്നായിട്ട് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അധികം ഇവിടെ അങ്ങനെ കുറച്ചൊന്ന് കുഴഞ്ഞതാണ് ചേട്ടനൊക്കെ ഇഷ്ടം കേട്ടോ. എനിക്കങ്ങനെ കായ കുഴയണത് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല, ഇങ്ങനെ ഒറ്റയായി കിടക്കണം. പക്ഷേ ഇത് ഇച്ചിരി കുഴഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടനൊക്കെ ഇങ്ങനെ കുഴഞ്ഞതാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ നമ്മൾ വേവിച്ച കായ അതിലേക്ക് ഇട്ടു നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ കായോപ്പേരി റെഡിയായി കേട്ടോ. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ കഞ്ഞിയിലേക്കൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഇത്തിരി കുഴഞ്ഞ കായ ഉപ്പേരി കഴിക്കാനായിട്ട് കേട്ടോ. നല്ലൊരു കുത്തിരി കഞ്ഞിയൊക്കെ ഉണ്ടെങ്കിൽ ഈ കായോപ്പേരിയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചോറിലേക്കാണ് കഴിക്കണത് കേട്ടോ. അപ്പോൾ പരിപ്പും മുരിങ്ങയുടെ ഇലയൊക്കെ നാളികേരം അരച്ച് കൂട്ടി അതൊക്കെ നന്നായി തിളച്ച് വന്നപ്പോൾ നമ്മളൊന്ന് കാച്ചിയെടുക്കണം കേട്ടോ. അപ്പോൾ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ച് പിന്നെ നമ്മൾ കുറച്ച് വറ്റൽമുളക് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. കടുകൊക്കെ പൊട്ടി തീർന്നതിന് ശേഷം വറ്റൽമുളക് ഇട്ടു, അതൊന്ന് മൂപ്പിച്ചെടുത്ത് നമ്മൾ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടാ കുക്കറിൽ നിന്ന് വേറൊരു ബൗളിലോട്ട് കറിയൊക്കെ ഒഴിച്ചു. അതിലേക്ക് നമ്മൾ കാച്ചി ഒഴിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ഒഴിച്ചുകറി റെഡിയായി. ചോറ് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തുറന്ന് അത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് തിളപ്പിക്കാൻ വെച്ചു കേട്ടോ. ഒന്ന് തിളച്ച് വരുമ്പോൾ അതൊന്ന് ഊറ്റിയെടുത്താൽ നമ്മുടെ കറികളൊക്കെ റെഡിയായിട്ടാ. പിന്നെ ഇപ്പോൾ ഇന്ന് മുട്ട ഇരിപ്പുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് മീനല്ല മുട്ട ഇരിപ്പുണ്ട്. അപ്പോൾ അതും കൂടി ഒരു 3-4 മുട്ട എടുത്ത് ഓംലേറ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് മതി. ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് കൂട്ടി കഴിക്കാൻ, ഒന്ന് കൊണ്ടാട്ടം മുളകാ അല്ലെങ്കിൽ മീൻ വറുത്തതാ എന്തെങ്കിലും വേണം ഇവിടെ. അപ്പോൾ ഞാനിപ്പോൾ മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് മുട്ടയാണ് കേട്ടോ. അപ്പോൾ മുട്ടയിലേക്ക് ചെറിയുള്ളിയും പച്ചമുളകും ചതച്ചതും അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചോറും ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇതേ നമ്മൾ മുട്ടയും കൂടി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് വിഭവങ്ങൾ കേട്ടോ. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ.